ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീനസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇന്നിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന നാടൻ ചിക്കൻ കറിയാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കിലോ ചിക്കൻ, സവാള 5 അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കറിവേപ്പില, ടൊമാറ്റോ ഗ്രീൻ ചില്ലി പേസ്റ്റ്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മുടെ നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തേങ്ങത്തൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുക്കുക സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തക്കാളി പച്ചമുളക് പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കനും കൂടെ ഇതിലേക്കിട്ട് ഈ വഴച്ചിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ചിക്കനിൽ ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് താളിക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില, 2 വറ്റൽമുളക്, കൊച്ചുള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിനി ചിക്കൻ കറിയിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.